ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് എടുക്കണം തോന്നി. കാരണം ഞാൻ എൻ്റെ പെറ്റ്സ് ആയിട്ടുള്ള ഈ 2 കാറ്റ്സിനെയും വാങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയെ കിടന്നിട്ടുണ്ട്. വാങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വ്ളോഗ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ 2 കാറ്റ്സിനെ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ കുറേ ലിയോക്ക് എത്ര വർഷമായി അവിടെ വന്നിട്ട് 2.5 വർഷമൊക്കെ ആയിട്ടുണ്ട്, കുറേ ആയി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 2 കാറ്റ്സിനെ നോക്കുന്നത് നമ്മളെ കൊണ്ട് എത്തുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ 4 പേരും വീട്ടിൽ മിക്ക സമയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലിയോക്ക് കൂട്ടിന് നമ്മൾ ജിയോനെ വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ അവരുടെ കുറേ മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സോ നമ്മൾ പൂച്ചക്ക് വേണ്ട അത്ര ഒരു അറ്റൻഷനും കെയറും കൊടുക്കാതെ അതിനെ വെക്കുന്നതിലും ഭേദം അതിന് നല്ലപോലെ നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണെന്ന് തോന്നി. അങ്ങനെ ഇന്ന് ഫൈനലി നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഓക്കെ കാറ്റ്സിനെ കൊടുക്കാന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ 2 കാറ്റ്സിനെയും കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ലിയോനെയും ജിയോനെയും ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ തന്നെ ജിയോന്റെ അഡോപ്ഷന്റെ എല്ലാം സെറ്റ് ചെയ്തു. ലിയോന്റെ പെട്ടെന്ന് സെറ്റ് ആവും. അപ്പോൾ രണ്ടാളിൽ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി നമുക്ക് കാറ്റ്സിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ നമ്മളെ സാഹചര്യം അതിന് കറക്റ്റ് ആണ്. കാരണം ഈ പെറ്റ്സ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കാണുന്ന ഭംഗി പോലെയല്ല. ന്യൂ ബോൺ ബേബി ഒരു വീട്ടിലേക്ക് എങ്ങനെ ഒരു ഫാമിലിക്ക് വരിക, അതേപോലെയാണ് പെറ്റ്സും. കാരണം അവർക്കും ജീവനുണ്ട്, അവർക്കും നമ്മൾ വേണ്ട കെയറും അറ്റൻഷനും എല്ലാം കൊടുത്തെങ്കിൽ അത് അവർക്കും ബാധിക്കും. സോ നമ്മളെ കൊണ്ട് അത് പറ്റില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മളവരെ ഉപദ്രവിക്കുന്നതല്ല, എത്തുന്നില്ല. അതുകൊണ്ട് പിന്നെ അമ്മ അവർക്കുള്ള ഫുഡും സാധനമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളെ അപ്പം പെട്ടിയിലാക്കി. ജിയോ വേഗം പെട്ടിൻ്റെ ഉള്ളിൽ കയറി, പക്ഷെ ലിയോ പെട്ടിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ പെട്ടിൻ്റെ ഉള്ളിൽ കയറ്റി. അങ്ങനെ ഇപ്പം നമ്മൾ അവരെ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് പോയി കൊടുക്കാം. ഗൈസ്, അത് നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ എന്താണ് അമ്മക്ക് പറയാൻ? സങ്കടമൊക്കെ ഉണ്ട്, പാവം. അതെന്ത് പഴിച്ച് സങ്കടം. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അതിന് നല്ലപോലെ നോക്കുന്ന അടുത്ത് കൊടുക്കുന്നതല്ലേ നല്ലത്. അതെ, നമ്മളാണെങ്കിൽ നേരെ നോക്കണില്ല. നമ്മൾ അതിനെ നോക്കാണ്ടൊന്നുമില്ല. അമ്മ നോക്കാറില്ല, ഞാനാണെല്ലാം നോക്കാറ്. ഞാനാണ് അതിന്റെ ഫുഡൊക്കെ. ഉച്ചക്കല്ലേ എണീക്കുക, ഉച്ചവരെ ആരും നോക്കും? നമ്മളതിനെ ഒരുമാതിരി ഇങ്ങനെ പാമ്പറിങ് ഇല്ലല്ലോ. അതിനാണെങ്കിൽ ഞാനൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ പൊന്നാരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മളെ പറ്റില്ല. പപ്പയൊക്കെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആദ്യം ചോദിക്കുന്നത് എവിടെ ലിയോ, എവിടെ ജിയോ, എവിടെ എന്നൊക്കെയാണ്. എണീറ്റതും പോയിട്ട് രണ്ടിനും കെട്ടിയിടും. എന്ന് വെച്ചാൽ ഫ്രണ്ടില് രണ്ടാൾക്കും കാഴ്ച കാണാൻ നല്ല ഇഷ്ടം. അപ്പൊ പപ്പയാണ് അതൊക്കെ രാവിലെ ചെയ്യുക. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എണീറ്റ് ഞാൻ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ രാത്രി ചേച്ചിയാണ് അതിന്റെ ടോയ്ലറ്റ് മാനേഴ്സിന്റെ A to Z നോക്കാറ്. നമ്മളെല്ലാവരും നോക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. പക്ഷെ അതിന് കൊടുക്കണ ഒരു അറ്റൻഷനും കെയറും കംപ്ലീറ്റ്ലി പറ്റുന്നില്ല. പിന്നെ അതിന്റെ മെയിൻ്റനൻസിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. നല്ല ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. എനിക്ക് നോക്കാൻ നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കുറവാണ്. ഇത് ഉള്ളിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുക, നമ്മളാരും അതൊരു ശരിയല്ല. ആൾക്കാരില്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട മാതിരി ആയിരിക്കും വീട്ടിനുള്ളിൽ. നോക്കാം. ഇതിന് ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഇവരെ അഡോപ്റ്റ് ചെയ്യുന്ന ഫാമിലീസുമായിട്ട് നമ്മൾ കീപ്പ് ഇൻ ടച്ച് എപ്പോഴും ഉണ്ടാവും. അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വാങ്ങാം അങ്ങനെ. അപ്പൊ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. അമ്മ എന്താ ഇമോഷണലാണോ? കുറെ കാലമായില്ലേ നമ്മുടെ കൂടെ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇതിനകത്ത് ജിയോ ഉണ്ട്, ഇതിനകത്ത് ലിയോ ഉണ്ട്. പോവാം. ഗൈസ്, ഇവിടെ പെറ്റ്സിന് ഗ്രൂമിങ്ങും ഈ സെയിലും അത് മാത്രമല്ല, ഇവർ കുറേ പൂച്ചേനെ നോക്കി വളർത്തുന്നുണ്ട്. ഇതാ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പോകാൻ നമുക്ക് നല്ല സമാധാനമുണ്ട്. അത് നമ്മളെപ്പോഴും ദുബായിലും ഹോങ്കോങ്ങിലൊക്കെ പോയപ്പം ഇവിടെയായിരുന്നു ഗ്രൂമിങ്ങിന് നിർത്തിയത്. കുറേ പൂച്ചകൾ ഇവർക്ക് നോക്കാനുണ്ട്. അപ്പോൾ ലിയോക്ക് അല്ലെങ്കിൽ അഡോപ്ഷൻ ആൾ വാങ്ങുന്നവരെ ഇവിടെ അവർ നല്ല കുട്ടികളെ പോലെ ഇങ്ങനെ നോക്കും.
ഗൈസ് അങ്ങനെ വർക്കിംഗ് വുമൺ ഓഫീസിൽ പോയി വന്ന് സിംഗപ്പൂരിന് ഇവിടെ എത്തി. ഹൗ ഡു യു ഫീൽ നമ്മൾ കാറ്റ്സിനെ? പാവം വീട്ടിലാരും ഇല്ല. അതാ പറഞ്ഞ അതിന് നേരെ നോക്കാൻ സമയമില്ലല്ലോ. രാവിലെ ഓടുക, വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ഉറങ്ങിയിട്ടുണ്ടാവും. നമുക്കും ക്ഷീണമായി. ഇവിടെ ഉമ്മറത്ത് നിൽക്കാൻ ഞാൻ ടാറ്റയെ കൊടുത്തിട്ടാ പോയതെന്ന്. പക്ഷെ നീ ഹാപ്പി അല്ലേ ഒരു ബെറ്റർ ഹോം എത്തും പറയുമ്പോ? ഇമോഷണൽ ആയതാണ് നീ? അല്ല, നേരെ നോക്കുമല്ലോ. നേരെ ഇതിന് നമ്മളിവിടെ നമുക്ക് നോക്കാൻ പറ്റണ്ടല്ലോ നേരെ. അപ്പൊ നേരെ നോക്കട്ടെ. അതെ, അവിടുത്തെ ചേട്ടനാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. ഒരു നല്ല കൈകളിലേക്ക് മാത്രമേ എത്തിക്കുള്ളൂ. പിന്നെ നമുക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരെ കാണാൻ പോവാം, എപ്പോൾ വേണമെങ്കിലും ഫോട്ടോ അയക്കാം. ചേച്ചി ഇമോഷണൽ ആയോ എന്നൊരു സംശയം. ഗൈസ് അങ്ങനെ പണി കഴിഞ്ഞ് പപ്പയും വന്നു. എന്ത് തോന്നുന്നു? എന്തായാലും കുറെ കാലം ഒപ്പുണ്ടായിരുന്നല്ലോ, സങ്കടം ഉണ്ടായില്ലേ? സങ്കടമൊക്കെ ഉണ്ട്. അയ്യോ പപ്പ ഇമോഷണൽ ആയി. പക്ഷേ വേണം, അതായത് നേരത്തെ പറഞ്ഞ എവിടെ പോയി നന്നായിരിക്കട്ടെ. അവിടുത്തെ ചേട്ടൻ പറയും ചെയ്തു ഫ്രീ അഡോപ്ഷൻ ആകുമ്പോ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്, പക്ഷെ ആൾക്ക് നന്നായി നോക്കുന്ന ഉറപ്പുള്ളിടത്ത് മാത്രമേ കൊടുക്കുള്ളൂ. അതെ ഗൈസ്, അപ്പൊ നമ്മളിലേക്കും കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ അവർ നല്ല വീട്ടിൽ പോകുന്നു ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ പെറ്റ്സിനെ എല്ലാവരും പുറത്തത്തെ ഭംഗി മാത്രം കണ്ട് വാങ്ങരുത്, കാരണം അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നല്ല പോലെ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അവരുടെ അവര് ആരാണ് അവരെ അഡോപ്റ്റ് ചെയ്യണ അവരുടെ നമ്പറൊക്കെ നമുക്കുണ്ട്. ലൈക്ക് കീപ്പ് ഇൻ ടച്ച് എപ്പോഴും ചെയ്യാം. അടിപൊളിയായിട്ട് വലിയ ആൾക്കാരെ വലിയ വിഷനിൽ പോട്ടെ പൂച്ച. അതെ അതെ, പൂച്ച വലിയ ആൾക്കാരാവട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.